ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കൂട്ടാനും നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും കഴിയുമെന്ന്. അപ്പോൾ ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ എൻ്റെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുന്നുവെന്ന്. അതുപോലെ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എല്ലാം ഞാൻ ഈ സൈഡ് സ്ക്രീനിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ചാനലിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൻ്റെ റീച്ചും നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ വരുന്ന പുതിയ അപ്ഡേഷനുകളെ കുറിച്ചും അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സിന് യൂട്യൂബിൽ വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എൻ്റെ ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇതുവരെയും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ് എന്നിങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അതിൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര് കാണാനായിട്ട് കഴിയും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ഗ്രാഫ് പോലെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്വിസുകൾ നടത്താനായിട്ട് കഴിയും. അപ്പോൾ അതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യം മുകളിൽ കാണുന്ന ഗ്രാഫ് പോലെ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ആസ്ക് യുവർ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോളുകൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടാവുന്നതാണ്. മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ ചാനലിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ന്യൂ അപ്ഡേറ്റിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് വഴി ഞാൻ ഈ കാണിക്കുന്നത് പോലെ എൻ്റെ വ്യൂവേഴ്സിനോട് എൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോളുകൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നതാണ്. അതായത് ആസ്ക് യുവർ കമ്മ്യൂണിറ്റി എന്നുള്ളിടത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ന്യൂ അപ്ഡേറ്റിനെ പറ്റി മനസ്സിലായോ? ഇനി അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കൊടുക്കാം. ഒന്നാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മനസ്സിലായി, രണ്ടാമത്തത് മനസ്സിലായില്ല, മൂന്നാമത്തത് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആഡ് ഓപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് 1-2 ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇനി ഇത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്താണോ അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണോ നമ്മുടെ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി താഴെയായിട്ട് എക്സ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ 24 മണിക്കൂറിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പയർ ആവുന്നതാണ്. ഇനി ഇത് ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് വരെ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാവും. ഇനി മുകളിൽ കാണുന്ന ഡൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്ത് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഏത് വീഡിയോ ആണോ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുക. ഞാനിവിടെ എൻ്റെ ചാനലിലെ മോണിറ്റൈസേഷൻ ബിഗ് അപ്ഡേറ്റ് എന്ന വീഡിയോ പ്രൊമോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് പോവാം. മുകളിലായിട്ട് വാട്ട് ഈസ് ഓൺ യുവർ
മൈൻഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ക്യാപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മോണിറ്റൈസേഷൻ ബിഗ് അപ്ഡേറ്റ് എന്ന ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോസ്റ്റിന് ഒരു ഇമേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഇമേജ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറി ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഗാലറിയിൽ നിന്നും നമ്മൾ ഏത് ഇമേജ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. മുകളിലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൈഡിലെ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇമേജ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പബ്ലിക് ആക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പബ്ലിക് ആക്കാം. ഇനി നിങ്ങൾ പബ്ലിക് ചെയ്ത ഇമേജ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഹോം, വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്, പോസ്റ്റ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അതിൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് നമുക്ക് കാണാനായിട്ട്. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ ഹോം പേജിലേക്ക് നിങ്ങളുടെ പോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റിന്റെ ക്യാപ്ഷൻ ക്യാച്ചിങ് ക്യാപ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഇമേജ് അത്രത്തോളം ഇംപ്രസീവ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ വ്യൂവേഴ്സ് അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. അതുവഴി നമ്മുടെ വീഡിയോയുടെ റീച്ച് കൂട്ടിയെടുക്കാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, പോസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു ബോക്സ് ഐക്കൺ കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി വഴി നമ്മുടെ വ്യൂവേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുകളിലായി കാണുന്ന ക്യൂസ് വെയർ കമ്മ്യൂണിറ്റി എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ലൈവിലൂടെ ലഭിക്കുന്ന വാച്ച് അവർ നമ്മുടെ മോണിറ്റൈസേഷന് കൂട്ടുമോ? അപ്പോൾ ഞാനിവിടെ 3 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തത് നോ, രണ്ടാമത്തത് യെസ്, മൂന്നാമത്തത് നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബ് വഴി നമ്മുടെ ചാനലും അതുപോലെ നമ്മുടെ വീഡിയോയും പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും നമുക്ക് കൂട്ടിയെടുത്ത് ചാനൽ റീച്ച് ആക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് നമുക്ക് അറിയിക്കാവുന്നതാണ്. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, US ടാക്സ് ഫോം ഫില്ല് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആഡ്സെൻസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇനി റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.